എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പങ്കാളിയാകാൻ കഴിയുന്നത്? ശരീരത്തിൻ്റെ അവയവം. എങ്കിൽ ഇംഗ്ലീഷിലത് ഈഫ്, ക്യാപിറ്റൽ IF, എങ്കിൽ ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പം നിങ്ങൾക്കുണ്ടായിരുന്ന ആ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച് കൊണ്ടാൽ അങ്ങനെയെങ്കിൽ നാം അവൻ്റെ പങ്കാളികളാവും. യേശുവിനെ സ്വീകരിച്ച് ഒരു മനുഷ്യൻ അതിനുശേഷം അശ്രദ്ധമായിട്ട് ജീവിച്ചാൽ അവൻ്റെ കാര്യം എന്താകും? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ക്രിസ്തുവിൻ്റെ പങ്കാളിയാകില്ല. മത്തായി 24 യേശു എന്താണ് പറഞ്ഞത്? അവനിത് വഞ്ചനയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. മത്തായി 24:11 മുതൽ 13 വരെ. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കള്ളപ്രവാചകന്മാർ പലരും വന്ന്, ഒന്നോ രണ്ടോ പേരല്ല, ഈ കള്ളപ്രവാചകന്മാർ അനേകരെ തെറ്റിക്കും. ഒന്നോ രണ്ടോ പേരെ അല്ല, അനേകരെ. അധർമ്മം പെരുകുന്നതുകൊണ്ട് ചുറ്റുമുള്ള ലോകത്തിലേക്ക് നോക്കുക. പാപം ഭയാനകമായിട്ട് പെരുകിയിരിക്കുന്നു. അനേകരുടെ സ്നേഹം തണുത്തു പോകും. മിക്ക വിശ്വാസികളുടെയും സ്നേഹം തണുത്തു പോകും. അവിശ്വാസികളെക്കുറിച്ചല്ല അവൻ പറയുന്നത്. അവിശ്വാസിക്ക് ഒരിക്കലും ദൈവത്തോട് സ്നേഹമില്ലായിരുന്നു. ആരുടെ സ്നേഹമാണ് തണുത്തു പോകുന്നത്? ഒരു കാര്യം തണുത്തു പോകണമെങ്കിൽ അതൊരിക്കൽ ചൂടുള്ളതായിരിക്കും. അങ്ങനെ ചൂടായിരുന്ന ഒന്നിന് മാത്രമേ തണുത്തു പോകാൻ കഴിയത്തുള്ളൂ. ഒരവിശ്വാസി എപ്പോഴും തണുത്തവനാണ്, ഐസിനെ പോലെ. അതുകൊണ്ട് അവരെക്കുറിച്ചല്ല പറയുന്നത്. അവനിവിടെ പറയുന്നത് ഒരിക്കൽ കർത്താവിനെ സ്വീകരിച്ച് തീയായിരുന്നവനെക്കുറിച്ചാണ്. അവർ തണുക്കാൻ തുടങ്ങി. അവനിവിടെ വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. അവനിവിടെ പറയുന്ന അനേകരുടെ വിശ്വാസം തണുത്തു പോകുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കേൾക്കുകയാണ്. നിങ്ങളുടെ പട്ടണത്തിലുള്ള മിക്ക ആളുകൾക്കും കോവിഡിൻ്റെ ലക്ഷണങ്ങളുണ്ട്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുമോ? റിപ്പോർട്ടിൽ ഒന്നോ രണ്ടോ പേരെ ഉള്ളെന്ന് പറഞ്ഞാൽ സാരമില്ല, നിങ്ങൾക്കതിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഈ പട്ടണത്തിൽ താമസിക്കുന്ന 90% ആളുകൾക്കും കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുമോ? അതാണ് ഞാൻ പറയുന്നത്. യേശു പറയുകയാണ്, അനേകരുടെ സ്നേഹം തണുത്തു പോകും. അത് ചൂടുള്ളതായിരുന്നു. മറ്റൊരു വാക്കിൽ, ഞാൻ എൻ്റെ വാക്കിൽ പറയാം, മിക്ക വിശ്വാസികളും പിന്മാറ്റത്തിൽ പോകും. മിക്ക വിശ്വാസികളും പിന്മാറ്റത്തിൽ പോകുന്ന വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചാൽ ഞാൻ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കും. എനിക്കൊരു പിന്മാറ്റക്കാരനാകണ്ട. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. 13-ാമത്തെ വാക്യം. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താ? അവസാനത്തോളം സ്നേഹത്തിൽ സഹിച്ചു നിൽക്കുന്നവൻ. 12-ാം വാക്യത്തിൽ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹം തണുത്തു പോകും. ചെയ്യുന്ന പ്രവർത്തികൾ കുറയുമെന്നല്ല പറയുന്നത്. പല ആളുകളും വളരെ ചുറിയുറുക്കുള്ളവരാണ്. കർത്താവിനെ സാക്ഷീകരിക്കുക, സഭയിൽ പോകുക, ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുക, പണം കൊടുക്കുക. എന്നാൽ കർത്താവിനോട് അവർക്ക് ആഴമായ സ്നേഹമില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചെയ്യുന്ന ഏത് ശുശ്രൂഷയ്ക്കപ്പുറത്ത് കർത്താവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്? എങ്ങനെയാണ് നാം കർത്താവിൻ്റെ വരവിനായിട്ട് തയ്യാറാകുന്നത്? ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമല്ല, ആ പ്രവർത്തികൾ സ്നേഹത്തിൽ നിന്ന് വരണം. 55 കൊല്ലമായിട്ട് ഞാൻ യേശുവിനെ ശുശ്രൂഷിക്കുക. ദൈവം എനിക്ക് അവസരം തരികയാണെങ്കിൽ ഒരു 55 കൊല്ലം കൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ ക്ഷീണിച്ചു പോകുന്നില്ല. എനിക്ക് വളരെ ഉത്സാഹമാണ്. എന്തും നഷ്ടപ്പെടുത്താൻ എനിക്ക് സന്തോഷമാണ്. കർത്താവിനെ സേവിക്കാൻ ഞാൻ ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല, ഒരിക്കലും. എനിക്ക് ഇന്നും ക്ഷീണമില്ല. എത്ര ദിവസം വേണേലും രാത്രിയും എനിക്ക് ചെലവഴിക്കാം. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ക്ഷീണവുമില്ല. എന്നാൽ എൻ്റെ ആ ശുശ്രൂഷ അവനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. പണത്തിനായിട്ടല്ല ഞാനത് ചെയ്യുന്നത്. പണം കിട്ടാൻ വേണ്ടിയല്ല ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ എഴുതിയ ബുക്കിൽ നിന്ന് ഞാൻ പണം സമ്പാദിക്കുന്നില്ല. അത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അങ്ങനെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് വിലയുണ്ട്. സ്നേഹം തണുക്കുക എന്ന് പറഞ്ഞാൽ പല വിവാഹ ജീവിതങ്ങളിലും നിങ്ങളൊരു പുതിയ വിവാഹം കഴിച്ച ഒരാളെ കാണുമ്പോൾ അവർ വളരെ അന്യോന്യം സ്നേഹിക്കുന്നു. അവൻ ജോലി കഴിഞ്ഞ് വരുമ്പം അവൾ കതകിൽ തന്നെ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കതക് തുറന്നു കൊടുക്കുന്നു. തമ്മിലുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം കുക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇതേ ദമ്പതികളെ 10 കൊല്ലത്തിന് ശേഷം നിങ്ങൾ നോക്കൂ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നു. ഇപ്പോൾ അവളെ വാതിൽ കാണാനില്ല. തന്നെ അത് തുറന്നകത്ത് കയറുന്നു. അവൾ പറയുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു, എനിക്ക് വിശന്നു,
നിനക്ക് വേണമെങ്കിൽ ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചു. അവർ വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ അങ്ങനെ ആയിരുന്നില്ല, സ്നേഹം തണുത്തുപോയി. എന്നാലും അവൾ ഇപ്പോഴും ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ അവന് വേണ്ടി കാത്തിരിക്കാൻ അവൾക്ക് സമയമില്ല. സ്നേഹം തണുത്തുപോയി. ഇത് ഒത്തിരി വിവാഹ ജീവിതങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് അനേക വിശ്വാസികളും ദൈവത്തോടുള്ള സ്നേഹവും. എൻ്റെ പ്രിയ സഹോദരിമാർ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളിൽ മിക്കവർക്കും ഒരു ശരിയായ മാനസാന്തരത്തിന് അനുഭവം കാണും. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കാൻ ഇന്നിവിടെ ഇരിക്കുകയില്ലായിരുന്നു. നിങ്ങളിപ്പം വേറെന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ മിക്കപേരും വീണ്ടും ജനത്തിന് അനുഭവമുള്ളവരാണ്. എൻ്റെ ചോദ്യം ഇതാണ്: അന്ന് സ്നേഹിച്ചതുപോലെ ഇന്ന് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ അന്ന് ചെയ്ത ത്യാഗങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയം അറിയുവാനായിട്ട് നിങ്ങൾ എത്ര ആഗ്രഹത്തോടെയാണ് വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നത്? പ്രസംഗം തയ്യാറാക്കാനല്ല, അല്ല, നിങ്ങൾക്ക് തന്നെ ദൈവത്തിൻ്റെ ഹൃദയം അറിയാനായിട്ട് അതിനുവേണ്ടിയായിരുന്നു അന്ന് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആയിരുന്നില്ലേ ആദ്യ നാളുകളിൽ? ഇപ്പോഴെങ്ങനെയാണ്? വേദപുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇൻ്റർനെറ്റിലേക്കാണോ പോകുന്നത്? നിങ്ങളോട് തന്നെ ചോദിക്കുക, ദൈവവചനമാണോ ഇൻ്റർനെറ്റാണോ നിങ്ങൾക്ക് കൂടുതൽ? എന്താണ് നിങ്ങൾക്ക് കൂടുതൽ ആകർഷണമായിട്ടുള്ളത്? യേശുക്രിസ്തു ആണോ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും കാര്യമാണോ? നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ആദ്യ നാളിനെ പോലെ യേശുവിനെ എപ്പോഴും സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹം തണുത്തു പോയിരിക്കുന്നു. ദൈവം ഇന്ന് നിന്നെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഉണർത്താൻ വേണ്ടിയാണ് ദൈവം ഇന്ന് നിന്നെ ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നത്, അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കാൻ. അവസാനത്തോളം സ്നേഹത്തിൽ സഹിച്ചു നിൽക്കുന്നവൻ. 24:12-13 വായിച്ചു നോക്കുക. അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സ്നേഹത്തിൽ സഹിച്ചു കൊള്ളുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മൾ വളരെ തിരക്കുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മളീ പലരും വളരെ ഇടുങ്ങിയ സാഹചര്യത്തിലാണ് നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നത്. യേശു ചെയ്തതുപോലെ മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമില്ല. യേശു പലപ്പോഴും ആരുമില്ലാത്തടത്ത് പോയി ഏകാന്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ ജീവിക്കുന്ന പട്ടണങ്ങളിലാണ്, നമുക്കെവിടെയാണ് മരുഭൂമി? ഒരുപക്ഷെ 1000 കിലോമീറ്റർ അപ്പുറമായിരിക്കാം. നമുക്കെവിടെ പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്നു? ജീവിതം വളരെ തിരക്കുള്ളതാണ്. വഴിയിൽ മുഴുവൻ ആളുകളാണ്. ഞാൻ പറയാം എവിടെയാണെന്ന്. എൻ്റെ മരുഭൂമി എവിടെയാണെന്ന് ഞാൻ പറയാം. ഞാൻ എടുക്കാനുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതിരാവിലെ എൻ്റെ ഭാര്യ ഉറങ്ങുകയാണ്. ഞാൻ ഉണരുമ്പം ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. എനിക്കവിടെ കർത്താവിനോടുകൂടെ സമയം കണ്ടെത്താൻ കഴിയും. അതെൻ്റെ മരുഭൂമിയാണ്. എനിക്ക് ചുറ്റും ലോകം മുഴുവനും ഉറങ്ങുകയാണ്. ആരെയും ശല്യപ്പെടുത്താനില്ല. ഞാൻ ദൈവത്തോട് സംസാരിക്കും. എൻ്റെ ഫോൺ തുറന്ന് എന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ്, ഞാൻ വേദപുസ്തകം തുറക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും കാണും. ഞാൻ കണ്ടു, എൻ്റെ കിടക്കയിൽ ചിലപ്പോൾ അത് അർദ്ധരാത്രിയിലായിരിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ അർദ്ധരാത്രിയിൽ ഉണരാറില്ലേ? ആ സമയങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ വിലയേറിയ സമയങ്ങൾ. അങ്ങനെയുള്ള സമയങ്ങളിൽ നാളെ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിക്കാറില്ല. അത് നാളെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഇന്നലെ എന്നെ ബുദ്ധിമുട്ടിച്ച് ആ മനുഷ്യനോട് എന്ത് പറയാം? എനിക്കത് താല്പര്യമില്ല. ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് നിനക്കെന്താ പറയാനുള്ളത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ്. ഞാൻ നിങ്ങളെല്ലാവരോടും അപേക്ഷിക്കുകയാണ്, എന്നോടൊപ്പം നിങ്ങൾ ഈ മരുഭൂമിയിലേക്ക് വരിക. എല്ലാ രാവിലെയും, അല്ലെങ്കിൽ അർദ്ധരാത്രിയിലായിരിക്കാം. നിൻ്റെ ചുറ്റും മുഴു ലോകവും ഉറങ്ങുകയാണ്. ദൈവത്തോടൊപ്പം ആയിരിക്കുക. അതൊരു പക്ഷേ 5 മിനിറ്റ് ആയിരിക്കാം. നിങ്ങൾക്കറിയാമോ യേശുവിനോടുള്ള 5 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുമെന്ന്? അങ്ങനെയാണ്. 5 മിനിറ്റ് കൊണ്ട് ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ വെളിപാടുകൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്.